ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൂപ്പറായിട്ടുള്ള, അതായത് ഒരു ഡേഞ്ചറസുമാണ് എന്നാൽ സൂപ്പറാണ് കാണാൻ, അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് മിൽക്ക്, ഇത് കണ്ടോ, ഒരു ഗ്ലാസ് മിൽക്ക്. ഇതിലേക്ക് ഞാനൊരു കെമിക്കൽ സാധനം ഇടുമ്പോൾ അതിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാവുന്നത്. ഞാൻ സ്വാമി. ഇതൊരു ബ്ലാക്ക് പ്ലേറ്റ്. പിന്നെ വേണ്ടത് ഒരു നല്ലൊരു ജാർ, ഗ്ലാസ് ജാർ. ഓക്കെ, ഈ ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഈ കപ്പ് പാല് ഒഴിച്ചു നോക്കാം. അപ്പൊ ഈ ഫൺ എക്സ്പെരിമെന്റ് ചെയ്യാനായി ഞാൻ ഒരു ഗ്ലാസ് പാല്, കണ്ടോ, ഇതാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ അത് കഴിക്കാനല്ല, പിന്നെ എന്തിനാന്നല്ലേ. ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഒരു സീക്രട്ട് ഏജന്റ് ഇടുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞ് അതിന്റെ റിയാക്ഷൻസും അതിൽ നിന്ന് വരുന്ന അതിന്റെ കാര്യങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോ അത് കാണാൻ വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതാണ് ആ സീക്രട്ട് ഏജന്റ്. ഞാൻ ഈ പാലിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് നോക്കാം. നമ്മൾ വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോരട്ടെ വന്നോളൂ. ബബ്ലിംഗ്. കൊക്കോള ഡ്രിങ്ക് റെഡി. ഫ്യൂംസ് ഒക്കെ വരുന്നുണ്ട്, അതിൽ ബബിൾ ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അതൊരു സീക്രട്ടാണ്, പറഞ്ഞുതരാം. യെസ്, കുറച്ചൊന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും ബബിൾ ചെയ്ത് വരുന്നുണ്ട്. ബബിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ട് ആയിട്ടുള്ള ചോക്ലേറ്റ് ഡ്രിങ്ക്. ഫ്യൂംസ് ഒക്കെ വരുന്നുണ്ട്, ബബിളിംഗ് വരുന്നുണ്ട്. ഇപ്പോഴും ഡ്രിങ്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെല്ലെ ഒന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കുകയാണ്. The glass, outer side of the glass is very hot. It's hot to touch. റിയാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതായത് വൈറ്റ് കളർ മിൽക്കിലേക്ക് ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ കെമിക്കൽ ഇട്ട് കഴിഞ്ഞപ്പോ അതെല്ലാം ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് പോലെ വന്ന് പുറമെ താഴേക്ക് എല്ലാം ഇങ്ങനെ വന്ന് വീണിട്ടുണ്ട്. ആദ്യം സ്മോക്ക് വന്നു, പിന്നെ ബബിൾ ചെയ്തു ഇങ്ങനെ ഹൈ ആയിട്ട് പുറത്തു നിന്ന് താഴെ വീണ് കഴിഞ്ഞപ്പോ അതിന് എറൗണ്ട് വീണ് കഴിഞ്ഞപ്പോ നമ്മളൊരു നല്ലൊരു ഫ്ലവർ വേസ് പോലെ എനിക്ക് തോന്നി. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണോണ്ട് എനിക്ക് അങ്ങനെ തോന്നി. ഇതിലേക്ക് കുറച്ച് പൂവും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ വേസ് ആയി അല്ലേ. പക്ഷെ അങ്ങനെയല്ല. വൈറ്റ് മിൽക്കിലേക്ക് നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണമെങ്കിൽ തന്നെ ആരെങ്കിലും ഒരു എൽഡേഴ്സോ അല്ലെങ്കിൽ പേരൻസിന്റെ സാന്നിധ്യത്തിൽ പ്രസൻസിൽ വേണം ഇത് ചെയ്യാൻ. കാരണം ഈ റിയാക്ഷൻ കണ്ടു, നിങ്ങൾ സ്മോക്ക് വന്നു, ബബിൾ ചെയ്തു, എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ ഗ്ലാസ് ഇസ് ഹോട്ട്, ചൂടുണ്ട്. അപ്പൊ ഹോട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ. സെറ്റ്.